മറ്റൊരു ചോദ്യം, ഹറമിൽ മുമ്പൊരു പ്രാവശ്യം ഹജ്ജിന് പോയപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് പല ഗ്രൂപ്പുകളിൽ വന്ന സഹോദരിമാരെ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം, റൂമാണ് ഉത്തമം എന്ന് പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിലെ അമീർമാർ വിളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. ഈ 1,00,000-ലധികം ഇരട്ടി പ്രതിഫലമുള്ള മസ്ജിദ് ഹറാമിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ പോകുന്നതിന് പ്രവാചകൻ്റെയോ സ്വഹാബാക്കളുടെയോ വല്ല ചര്യയിൽ കാണുന്നുണ്ടോ എന്നാണ് അവരുടെ സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജും ഉംറയുമായി മാത്രം ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ പള്ളിയിലേക്ക് സ്ത്രീ പോവുക എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും വേണ്ടി പോകുന്ന സ്ത്രീകൾ സ്വാഭാവികമായും പള്ളിയിൽ പ്രവേശിക്കും, തവാഫ് ചെയ്യും, നമസ്കരിക്കും, ജുമാക്ക് വരെ പോവും. ആ സ്ത്രീകൾക്ക് അടക്കം പള്ളിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്തോ പന്നിമാംസം കഴിക്കുന്നത് പോലെ, മദ്യം കഴിക്കുന്നത് പോലൊരു തോന്നലാണ്. സ്ത്രീക്ക് പള്ളി ഹറാമാണ് എന്ന ധാരണയാണ് നമ്മുടെ ചില ആളുകൾ അവരുടെ മനസ്സിലേക്ക് നൽകിയ സന്ദേശം. എന്നാൽ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണോ അല്ല എന്ന അനവധി തെളിവുകൾ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും കുടുംബമൊക്കെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു, റസൂലിൻ്റെ വഫാത്തിന് ശേഷം പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയും ധാരാളം ഹദീസുകൾ. അപ്പോൾ സ്ത്രീക്ക് പള്ളി ഹറാമല്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീക്ക് പള്ളി ഹറാമാണ് എന്നാണ്. പിന്നീട് നിരന്തരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീക്ക് പള്ളി ഹറാമല്ല എന്ന് പൊതുവെ തോന്നിത്തുടങ്ങി. അതുകൊണ്ടാണ് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് ഉള്ള നമസ്കാര സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിയോട് ചാരി പല പള്ളികളും ഇന്ന് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സൗകര്യം ഒരു 10-20 വർഷം മുമ്പ് ഇല്ല. കാരണം അന്ന് സ്ത്രീകളുടെ മനസ്സുള്ളത് പള്ളി ഹറാമാണ് എന്നാണ്. ഏതായിരുന്നാലും ശരി, ഇതിപ്പോഴും ചില ആളുകളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് മസ്ജിദ് നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ എത്തിക്കഴിഞ്ഞാൽ അവർ ബാങ്ക് കൊടുക്കുന്നവരെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്, റൂമിലേക്ക് പറഞ്ഞയക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇറാനിൽ വരുന്ന ഷിയാക്കളാണ്. വലിയ പിഴവുകൾ സംഭവിച്ച ഒരു കക്ഷിയാണല്ലോ ഷിയാക്കൾ. അവർ വിശ്വാസപരമായും ധാരാളം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ആളുകളാണ് അവരിതേപോലെ ചെയ്യാറുണ്ട്. ബാങ്ക് കൊടുക്കുന്നവരെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും മടങ്ങുന്ന ഒരു അവസ്ഥ. ഇതിന് സമാനമായി പലപ്പോഴും തോന്നുകയാണ്. സ്ത്രീക്ക് അവിടെ സ്വാഭാവികമായും മസ്ജിദുൽ ഹറാമിൽ വരുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കേണ്ടി വരും. അങ്ങ് ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടത്. മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നമസ്കാരം 1,00,000-ലധികം പ്രതിഫലമാണ്. മസ്ജിദ് നബവിയിലാണെങ്കിൽ 1000-ലധികം ഇരട്ടി പ്രതിഫലമാണ്. അവിടെയൊന്നും സ്ത്രീകൾ പ്രത്യേകമായി മാറ്റി വെച്ചിട്ടില്ല. അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജത്തുൽ വദാഇന് വേണ്ടി പോയ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയാകട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹയാകട്ടെ, അവരൊക്കെ തന്നെയും നിസ്കാര സമയമാകുമ്പോൾ പള്ളിയിൽ നിന്നാണ് പോവുക എന്ന ഒരു രൂപത്തിൽ എവിടെയും ഹദീസുകൾ കാണുവാനും സാധിക്കുകയില്ല.